വാട്ട് ഈസ് ഡീഡോസ്? ഡീഡോസ് എന്താണെന്ന് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സെർവർ, മനസ്സിലായേ? ഈ സെർവറിന് ഇത്രയും താങ്ങാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. കാരണം ഇതിനകത്ത് ആൾക്കാരെ ഇങ്ങനെ നിർത്തിയ ഇതിന് ഇത്രയും താങ്ങാനുള്ള ശേഷിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ടീച്ചർ, അതെ, ഇത് ക്ലാസ്സിൽ വേണം. ഇവിടെ ഇത്രയും ആൾക്കാരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കുക. വെളിയിലിരുന്നൊരു പട്ടി കഴിവറാ മോൻ, ഇവനാണത്. മനസ്സിലായേ? ഇവനാണ് ആള്. വെളിയിലിരുന്നൊരു പട്ടി കഴിവറാ മോൻ ഇതിനകത്ത് കയറാൻ പറ്റാത്ത അത്രയും ആൾക്കാരെ കയറ്റുന്ന രീതിയിൽ ഇതിന് മുണ്ടക്കൂടെ വേറെ വലിയ ട്രാഫിക് സെൻഡ് ചെയ്ത് വിടുന്നു. മനസ്സിലായേ? വലിയൊരു ട്രാഫിക് സെൻഡ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരില്ലേ. അപ്പൊ ഇത്രയും സാധനത്തിന് ഈ നമ്മുടെ സെർവറിലുള്ള ഇത് താങ്ങില്ല. അതായത് നമ്മുടെ സെർവറിന്റെ കേപ്പബിലിറ്റിയേക്കാളും താങ്ങാനുള്ള കേപ്പബിലിറ്റിയേക്കാളും ട്രാഫിക് ഒരിടത്ത് നിന്ന് ഈ സെർവറിലോട്ട് അടിച്ചു കയറ്റുന്നതിനെയാണ് ഡീഡോസ് എന്ന് പറയുന്നത്. മനസ്സിലായേ? ഇതാണ് ഡീഡോസ്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഒന്നല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വെൽത്തും ഇതും എല്ലാം ഇങ്ങനെ താഴോട്ട്, പക്ഷെ എൻ്റെ വ്യൂസും റവന്യൂവും ഇങ്ങനെ മേലോട്ട്. അതുകൊണ്ട് 4-5 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായേ? അത് വേറൊരു കാര്യം. പക്ഷെ മര്യാദക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റണല്ലോ. ഇത് അതാണ് വേറൊരു പ്രശ്നം. മൂന്നാം കാല 3 വെറുതെ വരച്ചതാ. ചുമ്മാ ഒരു ഇതിനു വേണ്ടി വരച്ചതാ. ഞാൻ ഗെയിമിങ്ങിലൊന്നും വന്നില്ല എങ്ങനെന്നെങ്കിൽ മറ്റേ നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഹരികൃഷ്ണൻ ആർട്സ് ഒക്കെ ഇല്ലേ, അവരെ പോലെ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പോയനെ. തേങ്ങ എടാ പോയടാ. ഞാൻ എന്ത് ചെയ്യും?